ഹരേ കൃഷ്ണ. അപ്പോൾ ഏകാദശി ദിവസം ഗുരുവായൂരിലുള്ള ജഗന്നാഥ് റെസ്റ്റോറൻറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, സ്ട്രിക്റ്റായിട്ട് ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് എല്ലാ തരത്തിലുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ നമുക്ക് ജഗന്നാഥ് റെസ്റ്റോറൻറ്റിൽ നിന്ന് നമുക്ക് ഏകാദശി താലി കിട്ടും ഒരു 12 മണിയോട് കൂടിയിട്ട്. അപ്പോൾ അതിന് ഉള്ള പ്രിപ്പറേഷനാണ് ഇവിടെ ജഗന്നാഥൻ്റെ കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. എങ്ങനെ വിഭവങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് അടുത്ത് തന്നെ ആ വീഡിയോ ഒക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ വിഭവങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജിജി പ്രഭുവിനോട് ചോദിച്ചറിയാം എങ്ങനെയാണ് ഇവിടുത്തെ ഏകാദശിയുടെ കാര്യങ്ങളൊക്കെ. ഏകാദശിക്ക് നമ്മൾ ഏകാദശി താലി ഉണ്ടാവും. നോർമൽ ഏകാദശിക്ക് ഒരു 4-5 വിഭവങ്ങളാണ് ഉണ്ടാകുക. കഴിഞ്ഞ ഏകാദശിക്ക് ഒരു 10-11 ഐറ്റംസ് ഉണ്ടായിരുന്നു ഏകാദശി വിഭവങ്ങളായിട്ട്. അത് ടൈം അനുസരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണത്. കുറേ ആൾക്കാരുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്യാം. തീർച്ചയായിട്ടും ഒരുപാട് ആൾക്കാർ കൂടുതൽ വരികയാണെന്നുണ്ടെങ്കിൽ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പിക്കാം ഏകാദശി പ്രസാദങ്ങൾ ഉണ്ടാവുമെന്ന്. അല്ലെങ്കിൽ നമ്മളൊരു മിനിമം ക്വാണ്ടിറ്റിയാണ് ഉണ്ടാകുക. ലഞ്ചാണ് നമ്മൾ കൂടുതലായിട്ടും ഏകാദശിയുടെ ദിവസം ഉണ്ടാക്കുക. ഏകാദശി ലഞ്ചായിരിക്കുള്ളൂ. മറ്റ് വിഭവങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങൾ നോർമലായിട്ടുള്ളവർക്ക് ഉണ്ടാകാം. പക്ഷേ ഏകാദശിക്കാർക്ക് ലഞ്ച് തന്നെ ആയിരിക്കും ഉണ്ടാകാം. പിന്നെ ജസ്റ്റ് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അപ്പം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസരങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാൻ എന്തായാലും വിളിച്ചാൽ മതി. ഹരേ കൃഷ്ണ. നമുക്കിതിന് സാബുദാന പുലാവുണ്ട് താലിയിൽ, പിന്നെ അവിയലുണ്ട്, പിന്നെ കപ്പ പുഴുങ്ങിയിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയതിലേക്ക് നമുക്ക് നല്ല തേങ്ങാ ചട്നി ഉണ്ട്, പിന്നെ കായ മെഴുക്ക് പുരട്ടി, പിന്നെ ഇത് പൊട്ടാറ്റോ ഫ്രൈ ആണ്, ഇത് സാബുദാന വട, പിന്നെ നമുക്ക് പഴം പുഴുങ്ങിയത്, മത്തങ്ങ പായസം, പിന്നെ പാനകം. അപ്പോൾ ഇതാണ് മൊത്തം ഏകാദശി പ്രസാദം ജഗന്നാഥിൻ്റെ താലി എന്ന് പറയും. ഏകാദശിയുടെ താലിയാണത്. ഏകാദശി വ്രതം എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പോലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഗുരുവായൂരപ്പന് ഇഷ്ടമുള്ളവരൊക്കെ നല്ല സന്തോഷത്തോടു കൂടി ഈ ഏകാദശി വ്രതം എടുക്കൂ. സംതൃപ്തിയോടെ ഇരിക്കൂ.